എമ്പുരാനെ കുറിച്ച് അറിയണ്ടേ? റീ എഡിറ്റ് ചെയ്ത ചിത്രം എമ്പുരാൻ പ്രദർശിപ്പിക്കുന്നതിൽ തിയേറ്ററുകാർക്ക് ഇതുവരെ അറിയിപ്പ് ലഭിച്ചിട്ടില്ല. എമ്പുരാനിലെ ഡയലോഗുകളും സംഭാഷണങ്ങളും തിരുത്തി വിവാദപരമായ പരാമർശങ്ങൾ അടങ്ങുന്ന സംഭാഷണ രംഗങ്ങൾ മാറ്റി ഡബ് ചെയ്തു. അക്രമരംഗങ്ങളുടെ തീവ്രതയും കുറച്ചു. ദേശീയ അന്വേഷണ ഏജൻസിയെ പരാമർശിക്കുന്ന രംഗങ്ങളും നീക്കം ചെയ്തു. ബജ്രംഗി എന്ന പേരും മാറ്റി. വിശദവിവരങ്ങളുമായി അരുൺ ശങ്കർ ചേരുന്നു. അരുൺ, എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിലൊരു അറിയിപ്പ്? ഇത് എപ്പോഴാണ് മാറ്റിയ സിനിമ പ്രദർശനം ആരംഭിക്കുക എന്നത് അറിയിക്കാത്തത് തിയേറ്റർ ഉടമകളെ? എന്തായിരിക്കും അവരുടെ തീരുമാനം? എപ്പോഴത്തേക്കായിരിക്കും പ്രദർശനത്തിന് പുതിയ പതിപ്പ് വരിക? ശനിയാഴ്ച രാത്രിയോടുകൂടിയാണ് സെൻസർ ബോർഡിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത്. ഇതിന് സെൻസർ ബോർഡ് അനുമതി നൽകിയിരുന്നു. പക്ഷെ അതിന്റെ സാങ്കേതികപരമായിട്ടുള്ള നടപടികൾ പൂർത്തിയാക്കുന്നതാണ് കാലതാമസത്തിന്റെ കാരണം എന്നുള്ളതാണ് സിനിമയെ ബന്ധപ്പെട്ടുള്ള ആളുകൾ പറയുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സിനിമയുടെ ഒരു തീവ്രത കുറച്ച് കളയുന്ന തരത്തിലാണ് ഈ റീ എഡിറ്റിംഗ് നടന്നിരിക്കുന്നത് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഈ സിനിമയുടെ ആദ്യത്തെ 20 മിനിറ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതിനകത്ത് വയലൻസ് കുറച്ച് അധികമായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. ആ വയലൻസ് കാണിക്കുന്നത് ആ സിനിമയ്ക്ക് കഥയ്ക്ക് അടിസ്ഥാനം ഇടുന്നതും കൂടിയാണ്. അപ്പോൾ അതിൽ വലിയ രീതിയിലുള്ള കുറവുകൾ വരുത്തിയിട്ടുണ്ട്. ആ തീവ്രതയിൽ കുറവ് വരുത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. നേരത്തെ പറഞ്ഞു കേട്ടത് ഈ ഒരു ഗർഭിണിയായ സ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്ന ഒരു സീനുണ്ടായിരുന്നു, അത് ഒഴിവാക്കുമെന്നുള്ളതായിരുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് ആ ഭാഗത്തുള്ള ഈ വയലൻസിന്റെ തീവ്രത കുറച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പ്രധാനപ്പെട്ട വില്ലന്റെ പേര് മാറ്റിക്കഴിഞ്ഞു. അതായത് ബജ്രംഗി എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട വില്ലന്റെ പേര്. അത് ഈ സംഘപരിവാർ ഈ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഒരു പേരുമായിട്ട് സാമ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ എതിർക്കുകയായിരുന്നു. അപ്പോൾ ആ പേര് മാറ്റിക്കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ആ പേരെന്തെന്നുള്ളത് സസ്പെൻസാണ്. ബൽരാജ് എന്നുള്ളതാണ് പുറത്തു വന്ന വിവരം. പക്ഷേ ആ പേരിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. അതോടൊപ്പം തന്നെ NIAയും അതിനകത്ത് കാണിക്കുന്നുണ്ട്. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി NIA കാണിക്കുന്നുണ്ട്. ആ രംഗം മാറ്റിയിട്ടുണ്ട്. കാരണം NIA മോശം ലൈറ്റിൽ കാണിക്കുന്നു എന്നുള്ളതാണ് ഇതിനെതിരെ ഉയർന്ന ആരോപണം. അപ്പോൾ അതും മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഈ പടത്തിന്റെ തീവ്രത നന്നേ കുറച്ച് കളയുന്ന തരത്തിൽ റീ എഡിറ്റിംഗ് നടന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഈ റീ എഡിറ്റ് ചെയ്ത ചിത്രം ഇന്ന് ഉച്ചയോടുകൂടിയെങ്കിലും വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇപ്പോഴും തിയേറ്ററുകാർക്ക് ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് ലഭിച്ചിട്ടില്ല.